ഗൈസ് നല്ല മഴയാണ്. നമ്മുടെ ഗപ്പീസ് ഒട്ടുമിക്ക എല്ലാവരും മഴയത്ത് തന്നെയാണ്. ടെറസിൻ്റെ മേലെ നമുക്ക് അത്യാവശ്യം ഒരുപാട് ഗപ്പീസ് ഉണ്ട്. അപ്പം ടെറസിൻ്റെ മേലെയും പിന്നെ കുറച്ച് ഗപ്പീസ് അല്ലാണ്ടും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. കയറി വരുമ്പോൾ തന്നെ ഫുൾ ഗോൾഡിൻ്റെ കുറച്ച് മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. ഇത് 2 ഫീമെയിൽസിൻ്റെ മക്കളാണ്. അപ്പോൾ ഒരു 5 ദിവസം ഗ്യാപ്പിൽ ബ്രീഡായതാണ്. അതുകൊണ്ട് കുറച്ച് സൈസ് ഉള്ളതും കുറച്ച് സൈസ് കുറഞ്ഞ മെയിൽസും ഉണ്ടായില്ല. ഇതിൽ കാണുന്ന വലിയ മീനുകളൊക്കെ ഒരു 5-8 ദിവസം കൊണ്ട് സെയിലിനാവും കേട്ടോ. ഒരു ഫീമെയിൽ റിബണും ഒരു ഫീമെയിൽ നോൺ റിബണും ആയിരുന്നു ഇവരുടെ പാരൻസ്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ടാങ്കിൽ കുറച്ച് പ്ലാറ്റിനം കോയി ഡംബോയറിൻ്റെ മെയിൽസ് കിടപ്പുണ്ട്. ഒരു 10-45 പീസ് അതിൽ കിടപ്പുണ്ട്. പ്ലാറ്റിനം കോയി ഇവരുടെ പാരൻസ് നമുക്ക് മിനിമം ഒരു 80 കുട്ടികളെ വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് സിൽവറാഡോ ഹൈഫിൻ റെഡ് ക്യാപ്പിൻ്റെ ഫീമെയിലാണ്. ഇത് സിൽവറാഡോ ഹൈഫിൻ റെഡ് ക്യാപ്പിൻ്റെ ഒരു ബാച്ചാണ്. ഇതിൽ കുറേ എണ്ണം നമ്മൾ വിറ്റു, കുറേ എണ്ണം നമ്മൾ ബ്രൂഡ് സെറ്റ് ചെയ്തു. എന്നാലും ഇതിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പീസസ് ഇനിയും സെയിലിനുണ്ട്. ഇവർ ടോപ്പ് വ്യൂവിലും സൈഡ് വ്യൂവിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ട്രെയിൻ തന്നെ കേട്ടോ. ഇന്ന് രാവിലെ ഇവർക്ക് തീറ്റ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ വരുമ്പോൾ ഇവർക്ക് തീറ്റ എന്നുള്ള പ്രതീക്ഷയിൽ മേലെ തന്നെ നിൽക്കും. അപ്പോൾ ഇവന്മാരെ പിടിക്കാൻ സുഖമാണ്. അപ്പോൾ സൈഡ് വ്യൂ ഇങ്ങനെ പെട്ടെന്ന് അക്വറിയത്തിൽ തന്നെ എടുത്തിട്ട് കാണിച്ചു പോകും. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ടാങ്കിൽ നിന്ന് കോരി എടുത്തിട്ട് ആ മീനുകളെ കാണിക്കുക. അല്ലാതെ നല്ലത് നോക്കി പിടിച്ച് മാറ്റിയിട്ട് അതിൻ്റെ വീഡിയോ അല്ല കാണിച്ചു തരുന്നത്. ഇതിലും പ്ലാറ്റിനം കോയി ഡംബോയറിൻ്റെ അത്യാവശ്യം കുറച്ചധികം കുഞ്ഞുങ്ങളുണ്ട്. ഇതൊരു 2 ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങൾ. അപ്പോൾ എങ്ങനെയായാലും ഒരു 150 കുഞ്ഞുങ്ങൾ ഇതിൽ കിടപ്പുണ്ട്. ഒന്ന് കോരി നോക്കി ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്തായാലും ഇതിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഇവരെ ഇനി മെയിൽ ഫീമെയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിടും. ക്രിക്കറ്റ് കളിച്ച് ചെറുതായിട്ട് കാല് പൊട്ടി ഒരു 3 മാസം ഞാൻ ഇഞ്ചുറി ആയിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു 4 മാസം ഒക്ടോബറിൽ കൃത്യമായിട്ട് ഗപ്പീസിനെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും നമ്മുടെ കയ്യിൽ അധികം ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകാത്ത ഐറ്റംസിൽ ഒന്നാണിത്. ഇത് ഈ ടാങ്കിൽ നമ്മളൊരു ബാച്ച് കിടന്നാണ്. അതിൽ നല്ലതൊക്കെ നമ്മൾ പിടിച്ച് വിറ്റതാണ്. ഇതിൽ ഇനിയിപ്പം ഒരു ആവറേജ് സെക്കൻഡ് ഗ്രേഡൊക്കെയുള്ള കുറച്ച് പ്ലാറ്റിനം കോയിൻ്റെ മെയിൽസും കൂടെ അതിലുണ്ട്. അതിനെ നമ്മൾ ചെറിയൊരു വിലക്കിട്ടായിരിക്കും ഒഴിവാക്കുന്നുണ്ടാവുക. പിന്നെ ഇതിൽ കുറച്ചും കൂടെ സിൽവറാഡോ ഹൈഫിൻ റെഡ് ക്യാപ്പിൻ്റെ വേറൊരു ബാച്ചാണ്. കോരിയപ്പം അതിൽ ഒരു 10-40 പേരുണ്ട്. പക്ഷെ നമുക്ക് കോരിപ്പാകം 3 പീസസിന് കിട്ടിയിട്ടുള്ളൂ. 3 നല്ല മെയിൽസാണ് കേട്ടോ കിട്ടിയത്. അതിൻ്റെ തൊട്ടിപ്പുറത്തേലായിരുന്നു നമ്മുടെ പ്ലാറ്റിനം കോയിൻ്റെ ബ്രൂഡ്. ഇവരെ നമ്മൾ വിറ്റ് ഒഴിവാക്കി. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ അവസാനം വീഡിയോയിൽ ആഡ് ചെയ്യാം. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചില്ലി റെഡ് ബിഗിയറാണ്. നമ്മളൊരു 6 കൊല്ലമായിട്ട് കീപ്പ് ചെയ്യുന്ന ലൈനാണ്. അതിൻ്റെ കുറച്ച് ഫീമെയിൽസാണ്. അതും ഞാൻ ഈ കിടന്ന ടൈമിന് ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റ പീസ് മാത്രമേ നമ്മൾ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടുള്ളൂ ഫീമെയിൽ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ആ ഒറ്റ പീസ് ഫീമെയിലും ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് നമുക്കൊരു 150 കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് 2-3 ബാച്ചായിട്ട്. അവരെ പോലെ തന്നെ കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടിയതാണല്ലോ ഈ പ്ലാറ്റിനം കോയി ഡംബോയർ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇവരുടെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലായി വരുന്നുണ്ട്. ഇത് ഈ ടാങ്കിൽ പിടിച്ചത് കൂടാണ്ട് ആ ടാങ്കിൽ ഇനിയും ഒരു 19 മെയിൽസ് കിടപ്പുണ്ട്. എല്ലാം ക്യാപ്പുള്ളത് തന്നെ കേട്ടോ. ക്യാപ്പില്ലാത്തതിനൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാപ്പുള്ള മെയിൽസ് മാത്രമേ ടാങ്കി കിടപ്പുള്ളൂ. പിന്നെ നമ്മൾ ബ്രൂഡ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ സ്റ്റേജിൽ തന്നെ ബ്രൂഡ് സെറ്റ് ചെയ്യും കേട്ടോ. കാരണം ഇത് നമ്മളിപ്പോൾ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടാണ്. 10 പേര് ആ ടാങ്കിൽ ബ്രൂഡായിട്ട് ഇട്ടിട്ടുണ്ട്. 10 മെയിലും 10 ഫീമെയിലും. ഇത് മെയിൽസിന് ഇനി നല്ല ഇയർ എന്തായാലും വരും. കാരണം രണ്ടും ഇയറിന് ഫില്ലാവുന്നതാണ്. നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും 2 ഇയറിനും കളർ ഫില്ലാവുന്ന മെയിൽസ് എങ്ങനെയാണ്. എന്താ പറയുക, ഇയർ വളരാൻ പൊട്ടൻഷ്യൽ ഉള്ള മെയിൽസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ മെയിൽസിനെ നോക്കിയിട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടാണ്. ഇവരെ മാത്രമല്ല വേറെയും ബ്രൂഡ് ഉണ്ട്, കാണിച്ചു തരാം. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ഫീമെയിൽസ് കിടപ്പുണ്ട്, പഴയ ചുവികളോ അതൊക്കെ പോയതാണ്, ഒഴിവാക്കാനുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ ഐവറി പർപ്പിളാണ്. ഐവറി പർപ്പിളിൻ്റെ അടിപൊളി ഐറ്റാണ്. ഇത് ഹാഫ് മൂൺ വരുന്നതാണ്. ഇതിൽ റെഡ് ഇറങ്ങും, ബ്ലൂ ഡയമണ്ട് ഇറങ്ങും. ഇതിൽ ബ്ലൂ ഡയമണ്ട് ഇറങ്ങിയത് നല്ല ഹാഫ് മൂൺ ആയിട്ട് കിട്ടിയത് നമ്മൾ മാറ്റിയിട്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഇന്നത്തെ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് എനിക്ക് കണ്ടന്റ് ക്ഷാമം നേരിടും. പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് മീനെ പിടിക്കുമ്പോഴാട്ടോ എനിക്ക് മീനൊരു സേഫ്റ്റി ഫീൽ ചെയ്തിട്ടില്ല. കാരണം നെറ്റ് ഉപയോഗിച്ച് പിടിക്കുമ്പോൾ അവരുടെ സ്കിന്നൊക്കെ ഡാമേജ് ആകുമെന്ന് എനിക്ക് ചെറിയൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിൽ വന്നിട്ടുള്ളവർക്കറിയാം ഞാൻ കൂടുതലും കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മീൻ പിടിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ടാങ്കിൽ കൈ ഇടുന്നതിന് മുമ്പ് കയ്യിൽ യാതൊരുവിധ എണ്ണയുടെ അംശമൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തി സോപ്പിട്ട് കഴുകിയിട്ടാണ് ടാങ്കിൽ കൈ ഇടാറ്. അതുകൊണ്ടാണ് വേറെ പുതിയതായിട്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ടാങ്കിൽ കൈ ഇടരുതെന്ന് മിക്ക ഫാമുകാരും പറയാറ്. പിന്നെ ഇങ്ങനെ കൈയിട്ട് കഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്ന വേറൊന്നിനും അല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫീമെയിലിന് ഒരെണ്ണത്തിനെ പിടിച്ചിടാൻ നോക്കുവാണെങ്കിൽ കുറച്ച് അധ്വാനമാണ്. കാരണം മെയിലിന് നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന പോലെ ഇതിലെ ഫീമെയിലിനെ പിടിക്കാൻ പറ്റത്തില്ല, കുറച്ച് പാടാണ്. എന്നാലും നമ്മൾ ഒരു ഫീമെയിലിനെ എങ്ങനെയൊക്കെയോ പിടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഒരു കയ്യിൽ നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ട്. അതുകൊണ്ട് ക്യാമറയല്ല, ഫോണാണ്, എന്നാലും പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പണ്ട് നമ്മുടെ കയ്യിൽ ടൈഗർ ഫോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ അത്ര ടൈൽ ഷേപ്പ് ഇതിനില്ല. കാരണം
ഈ ടെയിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ 180 ആണെങ്കിലും കറക്റ്റ് അത്ര റൗണ്ട് അല്ല എല്ലാ മെയിൽസും. ചിലത് ഷോർട്ട് ടെയിൽ, അതായത് ടെയിൽ അധികം വളരാത്ത രീതിയിലുണ്ട്. എന്നാൽ സെൻറ്ററിൽ കാണുന്നത് പക്ക നല്ലൊരു ടെയിൽ ഷേപ്പുള്ള മീനാണ്. അങ്ങനെ എല്ലാത്തിനും കിട്ടുന്നില്ല. പിന്നെ ടോപ്പ് വ്യൂവിൽ നല്ല പ്ലാറ്റിനം ഫില്ലായതുകൊണ്ട്, ഈ ഐവറി ഷെയ്ഡുള്ള പ്ലാറ്റിനം ഫില്ലായതുകൊണ്ട് നല്ല ഭംഗിയായതുകൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ ബ്രൂഡായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നത്. കാരണം നല്ല ഭംഗിയാണ്. നമ്മൾ അത്ര പെർഫെക്ഷൻ നോക്കിയിരുന്ന പരിപാടി നടക്കില്ല. ടൈഗറാഫൂൺ ഞാൻ ഈ കിടന്ന ഗ്യാപ്പിന്, ഇഞ്ചുറി വന്ന ഗ്യാപ്പിന് പോയിട്ടുണ്ട്. അതേപോലെ ഗാലക്സി ബ്ലൂ ടൈൽ നഷ്ടപ്പെട്ടു പോയി, മോസ്കോ ഗ്രീൻ നഷ്ടപ്പെട്ടു പോയി, ജപ്പാൻ ബ്ലൂ ടൈൽ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ നമ്മളൊരു 3-4 കൊല്ലമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന നല്ല ലൈനേജുകളായിരുന്നു. അപ്പോൾ ഇനിയിപ്പം അധികം വെറൈറ്റീസ് കൂടുതൽ ഇപ്പോൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഉള്ള വെറൈറ്റീസൊക്കെ കൂടുതലായിട്ട് ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്ത് വരുന്നത്. ഈ ടാങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ടാങ്കിൽ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വളർത്തുന്ന ഒരു ഐറ്റാണ് ചില്ലി റെഡ് ബിഗ് ഇയർ. നല്ല വലുപ്പമുള്ള ഇയർ വരുന്ന ഐറ്റാണ്. ഇതിൽ ഇയർ ഇല്ലാത്തത് ഇറങ്ങും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒറ്റ ഫീമെയിലോ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കോരിയപ്പോൾ ഒരു മെയിലിനെ കിട്ടിയുള്ളൂ. ഒന്നും കൂടെ കോരിയിട്ട് കുറച്ചെണ്ണത്തിനെയും കൂടെ പിടിച്ചിട്ട് ഞാൻ എല്ലാത്തിനെയും കൂടെ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഒറ്റ പീസ് പോലും ഇയർ ഇല്ലാത്ത ഇറങ്ങിയിട്ടില്ല ഈ ബാച്ചിൽ. പക്ഷേ ഇയർ ഇല്ലാത്തത് ഈ ലൈനേജിൽ ഇറങ്ങാറുണ്ട് നല്ല രീതിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളാണ്, ഒരു ബാച്ചാണിത്. ഈ കണ്ട മെയിൽസും നേരത്തെ കാണിച്ച ഫീമെയിൽസും ഒരു ബാച്ചാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. ജുവനയിലാണ്, ചെറിയ സൈസാണ്. അപ്പോൾ ഇവർ നമ്മളെ വിൽക്കത്തില്ല. ഇവർ ഫുള്ള് നമ്മൾ ബ്രീഡിങ്ങിന് നല്ലത് നോക്കി സെലക്ട് ചെയ്യും, ഏറ്റവും നല്ലതിനെ. ബാക്കി നമ്മൾ വിൽക്കത്തില്ല കേട്ടോ, ഇവരെ വിൽക്കുന്നില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തെ ടാങ്കിൽ കുറച്ച് ഗോൾഡിൻ്റെ പഴയ ലൈൻ ഒഴിവാക്കി ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയ ഗോൾഡിൻ്റെ കുറച്ച് കിടപ്പുണ്ട്. മറ്റേ ടാങ്കിലൊന്നുമില്ല. ഈ ടാങ്കിൽ കുറച്ച് വെയിൽടെയിൽ സീബ്രേൻ്റെ ഗ്രീൻ വെയിൽടെയിൽ സീബ്ര നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഞാനൊന്ന് ഇവരെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം എല്ലാം താഴെയാണ്. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി കിടപ്പുണ്ട്. ഇതും അതേപോലെ തന്നെ ഞാനൊന്ന് പിടിക്കാൻ ശ്രമിച്ച ടാങ്കാണ് വെയിൽടെയിൽ സീബ്രേൻ്റെ. അതിലും കുറേ കിടപ്പുണ്ട്, ഇതിലും ഉണ്ട്. ഈ ടാങ്കിൽ ഞാൻ പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇതും വെയിൽടെയിൽ സീബ്രയാണ്, അതുകൊണ്ട് കുറച്ചെണ്ണം മേലെ തന്നെ ഉണ്ട്. ഇതിൽ 2 ഷെയ്ഡല്ല കേട്ടോ, 4 ഷെയ്ഡ് ഇറങ്ങും. ഈ കാണുന്ന ഗ്രീനും ഇറങ്ങും, യെല്ലോയും ഇറങ്ങും, പിന്നെ കളറില്ലാത്ത ഒരു ഷെയ്ഡും ഇറങ്ങും, ബ്ലൂ ഇറങ്ങും. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. വേറെ 4 ഫീമെയിലിൻ്റെ മക്കളാണ് ഇവർ. എന്നാലും ഇപ്പം തന്നെ നമ്മൾ 400 കൂടുതൽ കുഞ്ഞുങ്ങളെ സീഡായിട്ടും അല്ലാണ്ടൊക്കെ വിറ്റിട്ടുണ്ട്. ഈ ടാങ്കിൽ HB റെഡ് റോസിൻ്റെ മെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ. ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് കോരിയപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ കാണിക്കുന്നില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്നായിട്ട് കാണിച്ചു തരാം. അങ്ങോട്ടുള്ള ടാങ്കൊക്കെ ഒരുവിധം ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് സിൽവറാഡോ ഹൈഫൻ റെഡ് ക്യാപ്പ്. ആദ്യം ഒരു 3 മെയിലിനെ ഞാൻ അക്കുറത്തി പിടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ബാച്ചിലുള്ള ഫീമെയിൽസാണ്. ഇവർക്ക് എല്ലാവർക്കും ക്യാപ്പ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ക്യാപ്പ് ഇല്ലാത്തതിനെ ഒഴിവാക്കി കളയെന്ന് വെച്ചാൽ മിക്സ്ഡ് പി ടാങ്കിലേക്ക് ഇടുക എന്നാണ് കേട്ടോ, അല്ലാണ്ട് എറിഞ്ഞ് കളയുക അങ്ങനെയൊന്നുമല്ല. പിന്നെ ഇതിൽ കുറച്ച് പ്ലാറ്റിനം കോയിൻ്റെ ഫീമെയിൽസ് ഉണ്ട്. കുറച്ചല്ല, ഇതിലൊരു 10-50 കൂടുതലുണ്ട്. പ്ലാറ്റിനം കോയി ഒരുപാട് ടാങ്കുകളിലായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ടാങ്കിലും പ്ലാറ്റിനം കോയിൻ്റെ ഫീമെയിൽസാണ്. ഇതിൽ നിന്ന് കുറേ വിറ്റിട്ടുണ്ട്, എന്നാലും കുറച്ച് കിടപ്പുണ്ട്. ഈ ടാങ്കിൽ ഫുൾ ഗോൾഡിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് തൊട്ടപ്പുറത്തെ ടാങ്കിൽ. പ്ലാറ്റിനം കോയിസിൻ്റെ മെയിലിന് ഈ ടാങ്കിലുള്ളതിനെ പിടിച്ചൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ സൈസായി വരുന്നുള്ളൂ കേട്ടോ. ഇതിൽ ചിലത് ജുവനയിൽ ചോദിക്കുന്നവർക്ക് ഇതിൽ നിന്ന് നമ്മളിപ്പോൾ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അക്വാറിയത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഒരുപാട് മെയിൽസ് വേറെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ ഗ്യാപ്പിൽ നഷ്ടപ്പെട്ടു പോയ റൈറ്റാണ് ഫുൾ റെഡ്. അതിൻ്റെ ഫീമെയിൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ പ്ലാറ്റിനം കോയിൻ്റെ കുറച്ച് ഫീമെയിൽസ്, അതിൻ്റെ തൊട്ട് ടാങ്കിൽ കുറച്ചധികം ഇത് അതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ചെറിയ മെയിൽസാണ് പ്ലാറ്റിനം കോയിൻ്റെ. നേരത്തെ കണ്ട മെയിൽസിനെ കഴിഞ്ഞും ഒരു 10 ദിവസം ഏജ് കുറവാണ് ഇവർക്ക്. എന്നാലും ഇവർക്കൊരു അധികം ഏജ് ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ഐറ്റാണ് ഇതും സിൽവറാഡോ കോയും. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഐറ്റാണ് ഈ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ. പക്ഷെ നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ. ഞാനൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കിയത്, ഞാൻ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല കേട്ടോ. ഇത് ക്വാളിറ്റി നഷ്ടപ്പെട്ട ഐറ്റാണ്. ഓവർ റേറ്റഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ വളരെ ചീപ്പ് റേറ്റിലാണ് ഫാമിൽ വന്നവർക്കറിയാം. ഇത് കൊറിയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇവരെ മിക്സ്ഡ് എപ്പീൻ്റെ ഒപ്പം കയറ്റി വിടുക എന്നല്ലാണ്ട് അങ്ങനത്തെ ഗ്രേഡിലേക്ക് ആയിപ്പോയി. എന്നാലും നല്ല പ്ലാറ്റിനം നമ്മുടെ കയ്യിൽ ആയി വരുന്നുണ്ട്. ഇപ്പം ഉണ്ടാവില്ല, ഒരു 2 മാസം കഴിയുമായി വരാൻ. ഇത് ഫുൾ ഗോൾഡിൻ്റെ കുറച്ച് ഫീമെയിൽസാണ്. റിബണുള്ള മെയിൽസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒപ്പം പെയർ വിൽക്കൽ നടന്നില്ല. ട്രയോ അല്ലാണ്ട് നോൺ റിബണിൻ്റെ ഒപ്പം കൊടുത്തു. അങ്ങനെ കുറച്ച് ഫീമെയിൽസ് ബാക്കി വന്നതാണ്, കുറച്ചധികം ഫീമെയിൽ ഉണ്ടായിട്ട്. ഈ ടാങ്കിൽ കുറച്ച് സിൽവറാഡോ ഹൈഫൻ റെഡ് ക്യാപ്പിൻ്റെ ഫീമെയിൽസ് കിടപ്പുണ്ട്. 2 മെയിലും അതിൽ കിടപ്പുണ്ട്. കുഴപ്പമില്ലാത്ത മെയിൽസാണ്. അത്ര ക്വാളിറ്റി ഒന്നുമില്ല, ഒരു ആവറേജ്. പിന്നെ ഇത് ആദ്യം കാണിച്ച സിൽവറാഡോ ഹൈഫൻ റെഡ് ക്യാപ്പിൻ്റെ ബാച്ചിലുള്ള ഫീമെയിൽസാണ്.
കുറേയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പിടിച്ചു വിറ്റ് വന്നാലും അതിൽ നല്ല ഫീമെയിൽസ് ഇനിയും ഒരുപാട് കിടപ്പുണ്ട്. ഈ ടാങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ടാങ്കിലും കുറച്ച് സിൽവർ ആഡോൻ്റെ ഫീമെയിൽസ് കിടപ്പുണ്ട്. പിന്നെ പ്ലാറ്റിനം കോയിൻ്റെ കുറച്ചധികം ഫീമെയിൽസ് ഈ ടാങ്കിൽ കിടപ്പുണ്ട്. ഇവരുടെ സൈഡ് വ്യൂ ഞാൻ കാണിച്ചില്ല എന്ന് തോന്നുന്നു, അപ്പോൾ ഇത് കാണിച്ചേക്കാം. ഇവർ പിന്നെ ഫീമെയിൽസ് ടോപ്പ് വ്യൂവിലാണ് ഭംഗി, പക്ഷേ മെയിൽസ് സൈഡ് വ്യൂവിലും എല്ലാ രീതിയിലും ഭംഗിയാണ്. പ്ലാറ്റിനം കോയി ഡംബോയർ നമുക്ക് ഇപ്പം നമ്മുടെ ഫാമിൽ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഐറ്റം പ്ലാറ്റിനം കോയി ഡംബോയറാണ്. കോൺസെൻട്രേറ്റ് മീൻസ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ, കാരണം അധികം സ്ട്രെയിൻസ് നമ്മുടെ കയ്യിലില്ല. പിന്നെ ഇത് പണ്ടുണ്ടായിരുന്ന HB ബ്ലൂവിൻ്റെ സീഫിനാണ്. ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് വളരെ ചീപ്പ് റേറ്റിൽ ഫാമിൽ വരുന്നവർക്കറിയാം ഈ റേറ്റിനാണ് കൊടുക്കുന്നത്. ഇതും പ്ലാറ്റിനം കോയിൻ്റെ കുറച്ച് ഫീമെയിൽസ് ആണ്. പിന്നെ പ്ലാറ്റിനം കോയിൻ്റെ കുറച്ചധികം മെയിൽസ് ഈ ടാങ്കിലുണ്ട്. ഇവന്മാരിപ്പോൾ 4 മേലെ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും, അതല്ല, ഇതിൽ ഒരുപാട് പീസ് ഉണ്ട്. ഇതിന്നും ഇപ്പം ഈ കണ്ട മെയിൽസിൽ നിന്നൊക്കെ കുറച്ച് വരുന്ന ഷൂട്ടേഴ്സിനെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നോർമൽ പ്ലാറ്റിനം റെഡ് അല്ലെങ്കിൽ ചില്ലി റെഡ് കൊണ്ടുപോയി ഇടുന്ന പോലെ നിങ്ങൾ പോയി വളർത്തുവാണെങ്കിൽ എന്താ പറയുക, അത്ര പെട്ടെന്ന് ഒരു ഇയർ കയറുന്ന ഐറ്റമല്ല. ഇതിന് നല്ല ഗ്രൂം ചെയ്യുവാണെങ്കിൽ നല്ല വലിയ ഇയർ വർക്ക് വരും. ഞാൻ വീഡിയോൻ്റെ അവസാനം ഞാൻ ഇവരുടെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഞാൻ വിറ്റത് റേറ്റ് ഒന്നും ചോദിക്കരുത്, കാരണം ബ്രൂഡ് സ്റ്റോക്ക് ഒഴിവാക്കിയതാണ്. ആ റേറ്റിൽ വിറ്റപ്പോൾ ഉള്ളതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ HB റെഡ് റോസിൻ്റെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫീമെയിൽസ് ആണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്തെ ടാങ്കിലും പ്ലാറ്റിനം കോയാണ്. ഇതിൽ പ്ലാറ്റിനം കോയി നിങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ക്യാപ്പില്ലാത്ത ഒറ്റ പീസ് പോലും ഇവിടെ ഇല്ല കേട്ടോ. എല്ലാം ക്യാപ്പുള്ള മാനേ ഉള്ളൂ. പിന്നെ നേരത്തെ കണ്ടതുപോലെ നഷ്ടപ്പെട്ട് കയ്യിൽ നിന്ന് ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയ പ്ലാറ്റിനം റെഡ് ഡംബോയറാണ്. സങ്കടമുണ്ട് പറയുമ്പം, എന്നാലും വേറെ നല്ല ക്വാളിറ്റി ഉള്ളതായി വരുന്നുണ്ട്. ഇവരിപ്പോൾ നമ്മൾ കൊറിയറൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ മിക്സ്ഡ് പീൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പ്ലാറ്റിനം കോയി ഡംബോയറിൻ്റെ ഒരുപാട് മെയിൽസ് ഇതാണ് കേട്ടോ. സെപ്പറേറ്റ് ചെയ്തിട്ടൊരു 5-6 ദിവസമായിട്ടുള്ള മെയിൽസാണ്. 5-6 ഒരു 5-8 ദിവസമായിട്ടുള്ള മെയിൽസാണ് അവർ. കറക്റ്റ് ഡേറ്റ് ഒന്നും അറിയില്ല. പിന്നെ ഇതും സെപ്പറേറ്റ് ചെയ്തിട്ടൊരു 10 ദിവസമായിട്ടുള്ള സിൽവർ ആഡോ ഐഫിൻ റെഡ് ക്യാപ്പാണ്. ഈ പറയുമ്പോൾ ഈ 3 ഐറ്റം ഉള്ളൂ നമ്മുടെ കയ്യിൽ മെയിനായിട്ട്. ഈ 2 ലൈനേജും നല്ല സ്റ്റെബിലിറ്റി ഞാൻ യാതൊരു ഗ്യാരണ്ടി ആരോടും പറയത്തില്ല. കാരണം ഇതിലിപ്പോൾ ക്യാപ്പില്ലാത്ത മെയിൽസും ഇതിലുണ്ട്. പിന്നെ സെപ്പറേറ്റ് ചെയ്ത് ഇതിൽ നോക്കിയേക്കണം, ആ മെയിലിന് ക്യാപ്പില്ല. എന്നാൽ ഇതിന് കുറേ ഐറ്റംസ് വേണം. കാരണം സൈഡിൽ ഇയറിൻ്റെ അവിടെ സിൽവർ ആഡോ വേണം, ഹാഫ് ബ്ലാക്ക് വേണം, റെഡ് ടെയിൽ വേണം, ഷോർട്ട് ബോഡി ആവണം. ഇതൊക്കെ എന്നാലും അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ക്യാപ്പിൾ ഐറ്റംസിനൊന്നും ഞാൻ ആരോടും ഗ്യാരണ്ടി പറയാറില്ല. വിർജിൻസിന് കൊടുക്കാറുണ്ട്, മെയിലും ഫീമെയിലും നല്ല ക്വാളിറ്റി, അത്രേ ഉള്ളൂ. പിന്നെ ഈ ടാങ്കിൽ പഴയ HB റെഡ് റോസ് നഷ്ടപ്പെട്ടു പോയത്. ഇതിൽ കുറച്ച് മിക്സ്ഡ് പീൻ്റെ കുഞ്ഞുങ്ങളാണ്. മിക്സ്ഡ് പി അല്ല, പണ്ടത്തെ ജപ്പാൻ ബ്ലൂ ടൈലൊക്കെ ആയിരുന്നു. അതിപ്പോൾ മിക്സ്ഡ് പി പോലെ അതിലും കഷ്ടമായി പോയി ഈ പറഞ്ഞ ഗ്യാപ്പിന്. പിന്നെ ഇതാണ് നമ്മുടെ സീബ്രയിൽ കളറില്ലാത്തതും ബ്ലൂ ഷെയ്ഡും ഇറങ്ങുന്നത്. കളറില്ലാത്തത് 1 രൂപ ഇട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവന്മാരെ പിടിക്കാൻ ഭയങ്കര പാടാണ്. വീണ്ടും പ്ലാറ്റിനം കോയി ഇത് തന്നെ കാണിക്കാനുള്ളത്. സത്യത്തിൽ ഈ വീഡിയോൻ്റെ തംബ്നെയിലിൽ പ്ലാറ്റിനം കോയും സിൽവർ ആഡോൻ്റെ വീഡിയോ 15 മിനിറ്റ് വീഡിയോ എന്ന് ഞാൻ പറയേണ്ടതായിരുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇതിലും കുറച്ച് 2 പീസ് ചില്ലീൻ്റെ ഫീമെയിൽ ഉണ്ട്. എല്ലാ ടാങ്കും ഷോഗാണ്, പ്രൊഡക്ഷൻ ആയി വരുന്നുള്ളൂ നമ്മുടെ ഫാമിൽ. ഇത് ഫുൾ ഗോൾഡിൻ്റെ ഫീമെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാ. വീണ്ടും പ്ലാറ്റിനം കോയിൻ്റെ ഫീമെയിലാണത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ടാങ്കിലാണെങ്കിൽ പ്ലാറ്റിനം കോയിൻ്റെ കുഞ്ഞുങ്ങളുമാണ്. എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്, അധികം പ്രൊഡക്ഷനൊന്നുമില്ല. പ്ലാറ്റിനം കോയി എന്ന് പറഞ്ഞു തന്നെ എനിക്ക് തന്നെ മടുപ്പ് തോന്നുന്നു. ഇത് പ്ലാറ്റിനം കോയിൻ്റെ അടുത്ത ബ്രൂഡാണ്. ഇതിൽ 10 പേരുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറയാണെങ്കിൽ സിൽവർ ആഡോ ഐഫിൻ റെഡ് ക്യാപ്പിൻ്റെ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതും 10 പേരുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ടാങ്കിലും ഇത് തന്നെയാണ്, സിൽവർ ആഡോ ഐഫിൻ റെഡ് ക്യാപ്പിൻ്റെ 10 പേർ ബ്രൂഡ് സെറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ 10 പേരായിട്ടാണ്, മെയിൽ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പോൾ ഡ്രൈവ് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതും പ്ലാറ്റിനം കോയിൻ്റെ 10 പേർ ബ്രൂഡ് സ്റ്റോക്കാണ്. എല്ലാം ചെറിയ സൈസാണ്. ഇവരൊക്കെ ഇനി 1 മാസം കൊണ്ട് ബ്രീഡായി തുടങ്ങും. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ടാങ്കിൽ കുറച്ച് ചെറിയ ബാച്ചായിരുന്നു. ഫസ്റ്റ് കുറച്ച് ചെറിയ ഫീമെയിൽസിൻ്റെ ചെറിയ ബാച്ച്, അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത മെയിൽസാണ്. അതിൽ പ്ലാറ്റിനം റെഡിൻ്റെ ഒരു പുതിയ ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ലൈനിൽ 2-3 മെയിലുണ്ട്. പിന്നെ പ്ലാറ്റിനം കോയിൻ്റെ കുറച്ച് മെയിൽസ് കിടപ്പുണ്ട്. പിന്നെ എന്താ പറയുക, പഴയ പർപ്പിൾ ബെറീൻ്റെ കുറച്ച് മെയിൽസ് കിടപ്പുണ്ട്. അങ്ങനെ ഇതൊക്കെ നല്ല ക്വാളിറ്റി, നല്ല പൊട്ടൻഷ്യലുള്ള മെയിലാണ് കേട്ടോ. ചെറുതാണെങ്കിലും പർപ്പിൾ ബെറീൻ്റെ കുറച്ച് മെയിൽസും ഇതിലുണ്ട്. പിടിക്കാനൊക്കെ സിമ്പിളാണ്, പക്ഷേ ഇപ്പോൾ പിടിച്ചപ്പോൾ കിട്ടിയില്ല. എന്തായാലും ഈ കുറച്ച് ഏരിയയിലുള്ള ടാങ്കും കൂടെ കാണിച്ചു തരാം. ഇത് പ്ലാറ്റിനം റെഡ് ഹാഫ് മൂണാണ്. സങ്കടമുണ്ട് പറയുമ്പം, കാരണം നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ലൈനാണ്. സ്റ്റെബിലിറ്റി ഇഷ്യൂ നല്ലപോലെ ഉണ്ടായിരുന്നു. നല്ല ഡോർസലൊക്കെ ആക്കി, നല്ല ഹാഫ് മൂൺ ടെയിലും നല്ല വീതിയുള്ള ഇയറും ഒക്കെ ആക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് ബ്രൂഡ് സെറ്റ് ചെയ്തു. ഫീമെയിൽ നല്ല ഏജുള്ള ഫീമെയിലായിരുന്നു, ഞാൻ വീണ ഗ്യാപ്പിന്. പക്ഷേ ഇതുവരെ ബ്രീഡായിട്ടില്ല. ഇതും
ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇയർ കയറ്റാൻ ശ്രമിക്കുന്ന റെഡ് ഇയർ കോയാണ്. നമുക്കിതുവരെ ഇയർ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ബിഗിനേഴ്സ് ചെറിയ പിള്ളേർക്ക് ഒരു ഇയർ കിട്ടിയിട്ടുണ്ട് ആ ഐറ്റത്തിന്. തൊട്ടപ്പുറത്തെ ടാങ്കിൽ നിങ്ങൾ കണ്ട ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഫുൾ റെഡ് വെച്ചം. പിന്നെ നേരത്തെ പർപ്പിൾ ബെറി ചെറിയവന്മാരെ കിട്ടിയില്ലെങ്കിലും നമ്മുടെ അവന്മാരുടെ അപ്പനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ചെറുതിനെ നമുക്ക് കിട്ടിയില്ല. പക്ഷേ തൊട്ടപ്പുറത്തെ ടാങ്കിൽ കുറച്ച് പർപ്പിൾ ബെറീൻ്റെ ഫീമെയിൽസ് ഉണ്ട്. പിന്നെ വീണ്ടും നമ്മുടെ റെഡ് ഇയർ കോയി, ആൽബിനോ കോയി എന്ന് പറയാൻ എനിക്ക് അറിയാതേ ആൽബിനോ കോയി. പിന്നെ വീണ്ടും ബെറ്റ ഫ്രൈസ് ആണ്. അപ്പുറത്തെ ടാങ്കിൽ കുറച്ച് വൈറ്റ് എക്സിഡോൺ. ഇത് ഒരു 2 സ്ട്രെയിൻ നമ്മൾ പുതിയതായിട്ട് എടുത്തതും അപ്പുറമുണ്ട്. അത് പിന്നെ കാണിക്കും. ഇത് നമ്മുടെ അങ്ങെത്തിയ ബ്രൂഡ് സ്റ്റോക്ക് പ്ലാറ്റിനം കോയിയുടെ അമ്പോയർ നമ്മൾ ഒഴിവാക്കിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. വീഡിയോ വെർട്ടിക്കലായിട്ടായിരുന്നു എടുത്തത്. അപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വെർട്ടിക്കലായിട്ട് എടുത്തത്. അതുകൊണ്ടാണ് സൈഡിൽ ഇങ്ങനെ ബ്ലാക്കും ഈ വീഡിയോ സെൻറ്ററിൽ ചെറുതായിട്ടും കാണുന്നത്. ഇതിൻ്റെ വേറെ ഏതെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഈ വീഡിയോ എൻ്റെ ആണ്. പിന്നെ ആ പ്ലാറ്റിനം റെഡ് ഹാഫ് മൂണിൻ്റെ സൈഡ് വ്യൂവും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതുവരെ കണ്ട് ആരെങ്കിലും സഹിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി. ഈ വീഡിയോയിൽ ഒരു $5 കിട്ടുന്ന എനിക്ക് നല്ല ഹോപ്പുണ്ട്. പിന്നെ കാരണം എൻ്റെ ജോലി പോകില്ല എന്നുള്ള ഹോപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറ്റേ പ്ലാറ്റിനം കോയിൻ്റെ ടോപ്പിയും കൂടെ കാണിച്ചു തരും. ഫാമിൻ്റെ ഒരു 50-60% ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെറ്റാസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാനിങ് അല്ല തുടങ്ങിയിട്ടുണ്ട്. ഒരു വീട് തന്നെ ബെറ്റാസിന് വേണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്, ബോട്ടിൽ ചെയ്യാൻ വേണ്ടി മാത്രം.